കൊടും ചൂട് വിവിധ മേഖലകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പരിശോധനയായി വരുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ റോഡ് പണിക്കാർ, ട്രാഫിക് പോലീസ്, അതുപോലെ തന്നെ വന്യമൃഗജീവികളുടെ സ്ഥിതി, ഇവയൊക്കെ തന്നെയും നമ്മളെല്ലാം പരിശോധിക്കേണ്ടതാണ്. അതിനോടൊപ്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കൂട്ടിച്ചേർക്കാൻ കഴിയുക. ഇക്ബാൽ അറക്കൽ പാലക്കാട് നിന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, പാലക്കാടിൻ്റെ സ്ഥിതി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമുക്കറിയാവുന്നത് ഉഷ്ണതരംഗമാണ്. എന്താണ് ഉഷ്ണതരംഗം എന്ന് പറയുന്ന പ്രതിഭാസം? അതെങ്ങനെയാണ് പാലക്കാടൻ ജനതയെ ബാധിക്കുന്നത്? നികേഷ്, പാലക്കാട് ഈ ചൂടിനൊപ്പം തന്നെ വലിയ രീതിയിൽ ഉഷ്ണം അനുഭവപ്പെടുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ വെയിൽ മൂക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു ചൂട് അനുഭവപ്പെടുക. പക്ഷേ ഇവിടെ വെയിൽ ഒന്നുമല്ല, ഈ വെറുതെ നമ്മൾ തണലത്ത് നിൽക്കുകയാണെങ്കിൽ പോലും വളരെ കൂടുതൽ ഈ വിയർത്തൊലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഹീറ്റ് വേവ്, ഹ്യൂമിഡിറ്റി കൂടുന്നത് കാരണമാണ് ഇത്തരത്തിലൊരു ഉഷ്ണതരംഗം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ 41 ഡിഗ്രി താപനില ഉണ്ടെങ്കിൽ പോലും ഹ്യൂമിഡിറ്റി കൂടി കണക്കിലെടുക്കും അത് 46-47 ഡിഗ്രിയിലേക്ക് ചൂട് എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ചൂട് ഒരു ഇടവേളകളും ഇല്ലാതെ തുടർച്ചയായി 24 മണിക്കൂറും നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രാത്രിയിലും ചൂടിന് യാതൊരു കുറവുമില്ല. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഒരു ജ്യൂസുകൾ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്. ഇവിടെ എത്തുമ്പോൾ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലൊന്നും പാലക്കാട് ആളുകളില്ല. പക്ഷേ ഈ ജ്യൂസുകൾ അതുപോലെ തന്നെ ഇത്തരത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന ഭാഗങ്ങളിലാണ് കുറച്ചെങ്കിലും തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ കടയുടെ ഓണർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ചൂട് കൂടിയപ്പോൾ തിരക്ക് കൂടി. കച്ചവടം കൂടി. പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റി ഐറ്റംസാണ് കൊടുക്കും. 18 വർഷമായിട്ട് നല്ല ബിസിനസ്സാണ്. ഈ ചൂട് കൂടിയപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ പാലക്കാട് വരുമ്പോഴൊക്കെ കടയിൽ വരും. പണ്ട് അവിടെയായിരുന്നു കട. ഞാൻ പാലക്കാട് ചൂട് എങ്ങനെ? അയ്യോ അസഹനീയം. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ചൂടാ, ഒരു രക്ഷയില്ല. കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നത്? അത് വേറെ വഴിയില്ല. അതുകൊണ്ട് കുട്ടികളുടെ മണ്ടയൊക്കെ വേർത്ത് കുളിച്ച് നിൽക്കുക, അത്ര വരെ ചൂടാ. എങ്ങനെയുണ്ട് മോളെ പാലക്കാട് ചൂട്? എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നാണോ? ജ്യൂസ് കുടിച്ചപ്പോൾ ആശ്വാസമായോ? എങ്ങനെയുണ്ട് ചേച്ചി? நான் தமிழ் மலையாளம் தமிழ்ல சொல்லுங்க. சூப்பராக இருக்குது, நல்லா இருக்குது. பாலக்காடு சூடு எப்படி இருக்கு? ரொம்ப மதுரையை விட இங்கே ரொம்ப, நான் மதுரை, இங்கே ரொம்ப சூடு. விட വളരെ ஜாஸ்தியா இருக்கு. ஆமாம், ரொம்ப ஜாஸ்தி. വേർത്തൊലിക്കരുത് അങ്ങ്. ആമാം. എങ്ങനെയുണ്ട് ഏട്ടാ പാലക്കാട്ടെ ചൂട്? ചൂട് കൂടുതലാണ്. അതാ കാലത്ത് തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടി വന്നത്. സഹിക്കുന്നില്ല. പല വെയിൽ കൊള്ളുമ്പോൾ കിട്ടുന്ന ആ ഒരു ചൂടിനെക്കാട്ടി കൂടുതൽ ഉഷ്ണമാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കൂടുതൽ ഉഷ്ണമാണ് കൂടുതൽ. തടാറുന്നത് രാവിലെ മുതൽ തന്നെ വേർത്തൊലിക്കും. രാവിലെ തന്നെ വയർത്തൊലിക്കുന്നു. രാത്രി എങ്ങനെയുണ്ട് ഏട്ടാ അവസ്ഥ? കടക്കാൻ പറ്റുന്നില്ല. ഈ പവർ കട്ടും കാര്യങ്ങളും നട്ട് ചൂട് കൂടുതലായിട്ട് കടക്കാൻ പറ്റുന്നില്ല. അവസ്ഥ എങ്ങനെയാ? കുഴപ്പമില്ല, നല്ല ചൂട് തന്നെയാണ്. പാലക്കാട് പൊതുവെ ചൂട് തന്നെയല്ലേ. രാത്രി കാലങ്ങളിലൊക്കെ എങ്ങനെയുണ്ട്? ചൂടിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? കുറവ് പറയുകയാണെന്ന് വെച്ചാൽ പൊതുവെ നമുക്കൊരു 5 മണി കഴിയുന്നുണ്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് വേനൽക്കാലാണെന്നുണ്ടെങ്കിലും ഒരു ചൂട് കുറയണ സമയമാണ് 5 മണി ആ ടൈം. ഇപ്പോൾ 5 എന്നല്ല 6-7 മണിയായാലും ആ ചൂട് ഉഷ്ണവും പോകുന്നില്ല. പൊതുവേ ഈ പാലക്കാട് മേഖലയിൽ നല്ലോണം അനുഭവിക്കേണ്ടതുണ്ട്. 4 മണിക്കൂറും കുളിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ. അതെ, രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഇരുന്നാൽ മതി, പുറത്തിറങ്ങണമെന്നൊന്നുമില്ല. വെറുതെ ഇരുന്ന് പറഞ്ഞാൽ വേർക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുമാർ എന്നോട് ചോദിച്ചു ഉഷ്ണതരംഗം എങ്ങനെയുണ്ടെന്ന്. ഈ ആളുകളുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. കാരണം വീടിൻ്റെ അകത്ത് വെറുതെ ഇരുന്നാൽ തന്നെ വിയർത്തൊലിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു റോഡിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ മനസ്സിലാവും ഇവിടെ ഒന്നും ആളുകളില്ല. ഈ ഒരു സമയം പറയുന്നത് ഈ ഒരു 10-11 മണി സമയത്തൊക്കെ ഇത് പാലക്കാട് നഗരമാണ്. ഇവിടെയൊക്കെ നിരവധി ആളുകൾ എത്തുന്നൊരു ഭാഗമാണ്. പക്ഷേ ഈ ഒരു ചൂടും ഉഷ്ണവും കൂടിയത് കൊണ്ട് തന്നെ ആളുകളെല്ലാം പുറത്ത് ഇറങ്ങാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെയൊന്നും സാധാരണഗതിയിൽ തിരക്കുണ്ടാവുന്ന സമയത്തൊന്നും ഇവിടെ ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാത്ത സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ നീണ്ട നിരയാണ് ഓട്ടോറിക്ഷയുടെ. കാരണം യാത്രക്കാരും വരാത്തത് കൊണ്ട് തന്നെ ഇവർക്കൊന്നും സവാരി ഇല്ല എന്നാണ് ഓട്ടോറിക്ഷക്കാർ പറയുന്നത്. എന്താ ഏട്ടാ അവസ്ഥ എങ്ങനെയാണ് പാലക്കാട്ടെ ചൂടിൻ്റെ? ചൂട്, നല്ല ചൂട്. ഓട്ടോ ഇല്ല, സവാരി ഇല്ല. അതവിടെ നിൽക്കാണ്ട് 1 മണിക്കൂർ മേലെയായി. എങ്ങനെയുണ്ട് ഏട്ടാ ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട്? ഓട്ടം വലിയ മോശമല്ല, എന്നെങ്കിലും ചൂട് ഭയങ്കര ചൂട് ബാധിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല. പവർ കട്ടിങ് ഉണ്ട്. ചെറിയ കുട്ടികളും വയസ്സായ അമ്മമാർക്കൊക്കെ പ്രശ്നങ്ങൾ. അതായത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഓട്ടോക്കാരെയാണ്. പക്ഷേ ഈ ഒരു ചൂട് കാരണം ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല. കാരണം നമ്മളായാലും ശരി, നമ്മളൊരു കുടുംബമായാലും ശരി, ഒരു ടൈമിൽ നമുക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ചൂടിന് സമയത്ത്. അതുകൊണ്ട് വരാൻ കഴിയുന്നില്ല. നല്ല ചൂടാണ് പാലക്കാട്. സീനിയർ ആയിട്ടുള്ള കുറച്ച് ഓട്ടോക്കാരും കൂടി ഉണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു ചൂട് അനുഭവിച്ചിട്ടുണ്ട്? ഇല്ല. 33-32 ഡിഗ്രി വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തവണത്തെമാർ 44-43 ഒന്നും വന്നാൽ കണ്ടു. ഇങ്ങനെ പിടിച്ചു നിൽക്കണ ഈ ചൂടിൽ എന്ത് ചെയ്യുക? വയസ്സായാലും വയനാട്ടിൽ അരി വാങ്ങിക്കണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? പക്ഷെ പുറത്ത് ആൾക്കാർ കുറവല്ലേ? കുറവെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. കിട്ടുന്നത്
നമുക്ക് 4 കിലോ അരി വാങ്ങിക്കണം, ഇവിടെ 1 കിലോ അരി വാങ്ങിക്കാമല്ലോ. ഇതാണ് നികേഷ് കുമാർ ആളുകളുടെ പ്രതികരണം എന്ന് പറയുന്നത്. ജീവിക്കാൻ ഒരു വിധത്തിലും കഴിയുന്നില്ല, പക്ഷേ പുറത്തിറങ്ങി ജോലി എടുത്തേ മതിയാവും, അതുകൊണ്ട് മാത്രം പുറത്തിറങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്നാലും പാലക്കാട് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് ആരും തന്നെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളിൽ ഏർപ്പെടരുത് എന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ നൽകിയിരുന്നു.